ബ്രിട്ടീഷുകാരുടെ ആസനം നക്കിയും ഷൂ നക്കിയും മാത്രം ശീലമുള്ള ഇവന്മാരെ പോലുള്ളവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ഇത്രയൊക്കെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. RSS ശാഖയിൽ പീഡനത്തിന് ഇരയായി അവസാനം മരണത്തിലേക്ക് പോയ അനന്തു എന്ന സഹോദരന്റെ ആ മരണമൊഴി നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്കൊരു 3-4 വയസ്സുള്ളപ്പം മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ എന്നെ കണ്ടിന്യൂസ്ലി സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോൾ നല്ല കല്യാണമൊക്കെ കഴിച്ച് നല്ല വെൽ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് പേടിയായിരുന്നു അപ്പോൾ തുറന്നാരെടുത്തെങ്കിലും പറഞ്ഞു. ആൻഡ് ഐ ഡോണ്ട് നോ ദാറ്റ് വാസ് ആൻ അബ്യൂസ്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSSകാർ, നമ്മുടെ സോക്കോൾഡ് സംഘീസ്. അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ്, ഭയങ്കര ടോർച്ചറാണ്. ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ITC ക്യാമ്പ് OTC ക്യാമ്പ് രണ്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മെന്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൻ. ആരും തുറന്നു പറയാത്ത ദേ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൻ. സെക്ഷലി മാത്രമല്ല, അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും. അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട്. എനിക്കനുഭവം. ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം. ഹിസ് നെയിം ഈസ് നിതീഷ് മുരളീധരൻ. എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. ഹി കണ്ടിന്യൂസ്ലി അബ്യൂസ്ഡ് മീ, കണ്ടിന്യൂസ്ലി. ജീവിക്കാൻ വൈകി. എനിക്ക് ശരിക്കും മടുത്തു, ശരിക്കും. ഒരാടിനെയും പശുവിനെയും കണ്ടാൽ പോലും അതും തങ്ങളുടെ ലൈംഗിക സുഖം തീർക്കാനുള്ള ജീവിയാണെന്ന് മനസ്സിലാക്കി അതിനെ പോലും വെറുതെ വിടാതെ മൃഗീയമായി പീഡിപ്പിക്കുന്ന നരാധമന്മാർ. അനന്തുവിനെ പോലുള്ള എത്രയോ ചെറുപ്പക്കാർ, പുറത്തു പറഞ്ഞാൽ നാണക്കേടാകുമെന്ന് കരുതി ഉള്ളിലൊതുക്കി നടക്കുന്നവർ. ഇതുപോലുള്ള നരാധമന്മാർ ഇന്ത്യയിൽ നിന്ന് എന്ന് ഇല്ലാതാകുന്നോ അന്നേ നമ്മുടെ രാജ്യം നന്നാകൂ. യാഥാർത്ഥ്യം മാത്രം ലോകത്തോട് വിളിച്ചു പറയുന്ന തങ്കക്കുടമേ, ശാഖയിൽ നടക്കുന്ന ഈ യാഥാർത്ഥ്യവും വിളിച്ചു പറയാനുള്ള ആംബിയർ ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു.